കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു എനിക്ക് പനീർ കഴിക്കണമെന്ന്. പുറത്തുനിന്ന് വാങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അമ്മ പറഞ്ഞു പനീർ ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് കറിയാക്കി തരാമെന്ന്. സോ അമ്മ എനിക്കിന്ന് പനീർ കറി ഉണ്ടാക്കി തന്നു. ഇത് കെമിക്കലൊന്നും ചേർക്കാതെ അമ്മ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പനീറാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ അത് വെച്ചിട്ട് ഇന്നൊരു പനീർ കറി ഉണ്ടാക്കിയായിരുന്നു. അതിനായിട്ട് ആദ്യം നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് പനീർ ഇട്ട് സോട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതെടുത്ത് മാറ്റിയതിന് ശേഷം വീണ്ടും നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഒരു ഒനിയൻ കട്ട് ചെയ്തത് സോട്ട് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. പിന്നെ അത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് 2 തക്കാളി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നു കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് ക്യാഷ്യനട്ട് 2 ബദാം ചേർത്തിട്ട് പിന്നെ ഇളക്കി കൊടുക്കുക. ഒരു ചെറിയ പീസ് ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കണേ. പിന്നെ അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. അത് റെഡിയായി വരുമ്പോഴേക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അതിനെ ഇളക്കി കൊടുക്കുക. മുളക് പൊടിയുടെ ആ പച്ച കുത്തൽ മണം മാറുന്ന വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഇത് നല്ലപോലെ വാടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതിനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പാനിലേക്ക് വീണ്ടും നെയ്യ് ഒഴിച്ചതിന് ശേഷം 2 പച്ചമുളക് നടുവേ കീറിയതിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ആ മിക്സില്ലേ അത് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് പനീർ നമ്മൾ ആദ്യം എടുത്ത് വെച്ചത് ഇട്ട് കൊടുക്കണേ. സോ അതുകൂടെ ചേർത്ത് കഴിയുമ്പോൾ കറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.